നമസ്കാരം. മക്കളുടെ മനസ്സറിയാം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ്. നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് വേണ്ടി പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജി ശ്രീഖാൻ കരിക്കോട് സാറുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമ്മുടെ കുഞ്ഞുങ്ങളില് നമ്മളിപ്പം കാണുന്നുണ്ട് എല്ലാത്തിലും ഓരോ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ, ഡാൻസ് കളിക്കുന്നതായാലും പാട്ട് പാടുന്നതായാലും ഡ്രോയിങ് ആയാലും അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കഴിവുകൾ നമ്മൾ കാണുന്നുണ്ട് കുട്ടികളില്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളില് ആ കഴിവുകൾ ഉണ്ടോ ഇല്ലയോ നമ്മൾ എങ്ങനെ കണ്ടെത്തും സാർ? എങ്ങനെ കണ്ടെത്തണമെന്നില്ല. അതെ, അപ്പോൾ നമ്മൾ ജനനം മുതൽ കുട്ടികളിൽ കഴിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ആ വർദ്ധിക്കുന്ന കഴിവുകൾ എന്തൊക്കെയാണെന്ന് രക്ഷകർത്താക്കൾ അറിയാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ പഴയ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചില കുട്ടികൾ എന്താണ് കളികളിലാണ് പങ്കെടുക്കുന്നത്, ഇല്ലേ? കളികൾ കൊടുക്കാം, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഗെയിമുകളുണ്ടാകാം. അപ്പോൾ പിന്നീട് ഇച്ചിരൂടെയൊക്കെ വളർന്നു കഴിയുമ്പോഴത്തേക്ക് പദപ്രശ്നങ്ങളാകാം. ഈ പദപ്രശ്നങ്ങളൊക്കെ പഠിക്കുമ്പോൾ വേറൊരു സംഗതി ഉള്ളത്, അവർ വാക്കുകളുമായിട്ട് ഏറെ ബന്ധമുണ്ട്. നമ്മുടെ ഇപ്പോഴൊക്കെയാണെങ്കിൽ വളരെ എളുപ്പമാണ്. നമ്മുടെ മൊബൈലിൽ തന്നെ ഉണ്ട്, ഒരുപാട് ആപ്പുകളുണ്ട് കുട്ടികളെ പദപ്രശ്നങ്ങൾ പഠിപ്പിക്കാം. അപ്പം നമ്മൾ ഞാൻ തന്നെ എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ്, പദപ്രശ്നങ്ങൾ ചെയ്യുമ്പോൾ ശരിയാകുമ്പോൾ അവന് ഓരോ പോയിന്റ് വെച്ച് കൊടുക്കുക. ആ പോയിന്റ് ഒരു ബുക്കിനകത്ത് എഴുതിയിടുക. എന്നിട്ടൊരു മാസം എത്ര പോയിന്റ് കിട്ടിയെന്നറിയാം. അവന് തന്നെ ഷർട്ടോ അവന് ഭക്ഷണമോ ഒക്കെ മേടിച്ചു കൊടുക്കുക. എത്ര മേടിച്ചാലും അവൻ 500 കൂടുതലും മേടിക്കത്തില്ല. നിങ്ങൾ ഒരു മാസം അവന് എന്തെങ്കിലുമൊക്കെ 500 രൂപയ്ക്ക് മേടിക്കേണ്ടി വരും. അത് അവൻ്റെ ഈ പദപ്രശ്നത്തിലൂടെയും കണക്കിലെ കളികളിലൂടെയും ഒക്കെ കിട്ടുന്ന പോയിന്റുകൾ വെച്ചാകട്ടെ. അപ്പോൾ അവനൊന്നുകൂടി അതിലേക്ക് താല്പര്യം കൂടും. അപ്പോൾ അതുപോലുള്ള എടുക്കുക. അപ്പോൾ ചിത്രകഥകൾ ഏറ്റവും നന്നായുള്ള ഒരു കാര്യമാണ്. എനിക്കിപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം ഇതിനകത്ത് എടുത്തുപോയി. പക്ഷേ പണ്ട് എൻ്റെ മകൻ്റെയൊക്കെ പ്രായത്തിൽ ചിത്രകഥകൾ വാങ്ങിച്ചു കൊടുക്കും. ചിത്രകഥയ്ക്കിടയിലുള്ള വാക്കുകൾ വായിക്കുമ്പോൾ അവർക്ക് വായന എളുപ്പമാവും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അത് വായനയുടെ ലോകത്തേക്ക് കൊച്ചുകുട്ടിയെ കൊണ്ടുവരാൻ ചിത്രകഥകൾ വളരെ നല്ലതാണ്. അത് എളുപ്പത്തിൽ ആ ചരിത്രവും അതുപോലുള്ള അതെല്ലാം പഠിക്കാൻ ഈ ചിത്രകഥകൾ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഈ രക്ഷകർത്താക്ക് ഏത് മേഖലയിലാണ് നിങ്ങളുടെ കുട്ടിയുടെ പടം വരയ്ക്കുന്നു, പെയിൻറ്റിങ് നടക്കുന്നു, ഏത് മേഖലയിലാണെന്ന് വേറെ ആരോടും ചോദിക്കാതെ കുട്ടിയുടെ കഴിവുകൾ മനസ്സിലാക്കാൻ രക്ഷകർത്താക്കൾ കഴിയും. ഇനി വേറൊന്നുകൂടി ഉള്ളത്, മറ്റ് ചില വഴികളുണ്ട്. ഇപ്പോൾ ചില കുട്ടികൾ മുത്ത് കോർക്കുക, ഈ മണികൾ മേടിച്ചിട്ട് കോർക്കുക. എത്ര പെട്ടെന്ന് കോർത്ത് എത്ര സമയത്തിനുള്ളിൽ കോർത്തിരി 2-4 കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഒന്നിച്ചു കൊടുത്തിട്ട് അത് കോർക്കാൻ കൊടുക്കുക. കുറഞ്ഞ സമയത്തിനുള്ളിൽ കോർക്കുമ്പോൾ എന്താണെന്നറിയാമോ? ഒരു കോർഡിനേഷൻ, ഐ ഹാൻഡ് കോർഡിനേഷൻ, അങ്ങനെ മൈൻഡ് കോർഡിനേഷൻ എത്ര പെട്ടെന്ന് അങ്ങനെ പല തവണ ചെയ്യുമ്പോഴാണ് കൊടുക്കുക. പിന്നെ കട്ടകൾ കൊണ്ട് ബിൽഡിംഗ് ബ്ലോക്ക് കൊണ്ട് ഓരോന്നുണ്ടാക്കുക. 2 കുട്ടികളുണ്ടെങ്കിൽ 2 തരത്തിലുണ്ട്. കൊടുത്തിട്ട് അത് എത്രയും പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുന്ന രീതിയിൽ, കറക്റ്റായിട്ട് ചേർക്കുന്ന രീതിയിൽ കൊണ്ടുപോകുക. ഇനി മുത്ത് കോർക്കുമ്പോഴെന്ത് ചെയ്യാണ്? ഞാൻ പേര് പറഞ്ഞാൽ കണ്ണുകളും കാതും അതുപോലെ മനസ്സും ക്ഷമയും എല്ലാം ഒന്നിച്ച് ചേരുന്നതാണ്. പിന്നെ പല കാര്യങ്ങളും ചെയ്യുമ്പം കുട്ടികളെ ചെയ്യാനായിട്ട് വരും. അപ്പോൾ നമ്മളൊന്നും നേരിട്ട് ചെയ്തു കൊടുക്കരുത്. അതിൻ്റെ ഐഡിയാസ് കൊടുക്കാം. അത് ചെയ്യുമ്പോൾ തെറ്റിപ്പോയാൽ ഇന്നതാണ് എന്ന് കൊടുക്കാം. അപ്പോൾ നേരിട്ട് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അവരുടെ മനസ്സ് അതിനകത്ത് വരുന്നില്ല. ഏത് കുട്ടി ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ആശയം മാത്രമേ കൊടുക്കാവൂ. അവർ സ്വയം ചെയ്ത് കഴിയുമ്പോൾ അതിൽ വരുന്ന ഫാൾട്ടുകൾ എന്തൊക്കെയാണെന്ന് വിശകലനം ചെയ്ത് കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ ആ കഴിവുകൾ അവരിൽ ഉറച്ചു കിട്ടും. അതിന് വേറൊരു വലിയൊരു പ്രത്യേകതയുള്ളത്, ഈ ചായങ്ങൾ, കളർ പെൻസിൽ ഇതെല്ലാം കൊടുത്താൽ അവർ പടമൊക്കെ വരയ്ക്കും. അതിലൂടെ അവരുടെ ഭാവനയാണ് വളരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ചിത്രകഥയൊക്കെ പടം വരയ്ക്കുന്ന സ്ഥലത്ത് നോക്ക്, നിങ്ങൾ നല്ലൊരു ഒരു ഛായാചിത്രം വരയ്ക്കുക. അത് വരയ്ക്കുമ്പോൾ അവരത് നല്ലോണം വരയ്ക്കും. അപ്പോൾ അവർ ഒബ്സർവേഷൻ ഉണ്ടെങ്കിലേ കുട്ടി വരയ്ക്കത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ഭാവനയാണ് കുട്ടിയിൽ ഉണരുന്നത്. ഭാവന ഉണരുമ്പോൾ സർഗ്ഗശേഷി വർദ്ധിക്കും. സർഗ്ഗശേഷി വെച്ചാൽ അത് വർദ്ധിക്കുമ്പം കുട്ടിയിൽ വലിയതായ മെച്ചങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ ഒരിക്കലും മന്ദബുദ്ധികളായി പോയോ ബുദ്ധി കുറഞ്ഞവരായില്ല. ബുദ്ധി ഒന്നുകൂടി കൂർമ്മതയിലേക്ക് എത്തും. അപ്പോൾ ഇതൊന്നും വേറെ ആളുകൾ പഠിപ്പിക്കുന്നതല്ല, മറ്റൊരാൾ പഠിപ്പിക്കുകയല്ല, സ്കൂളിൽ പഠിക്കുന്നതല്ല, വീടുകളിൽ നിന്ന് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണിൽ തന്നെ പല കാര്യങ്ങളും ഉണ്ട്, അതും പഠിപ്പിക്കുക. പക്ഷേ സ്മാർട്ട് ഫോൺ മാത്രമായി ഇരുന്ന് അതിൻ്റെ ആസക്തി നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നെങ്കിൽ കുറയ്ക്കാനും കഴിയും. അപ്പോൾ മാനസിക വളർച്ചയോടൊപ്പം ബുദ്ധി വികാസവും എല്ലാം ചേരുന്ന ഒന്നാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ചിത്രകഥകൾ, ബിൽഡിംഗ് ബ്ലോക്സുകൾ, ഇതൊക്കെ കുട്ടികളെ പരിചയപ്പെടുത്തി അതിൽ അവർ പരിശീലനം നടത്താനും അതിലൊരു മത്സര ബുദ്ധിയെ കാണാനും കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ മറ്റെല്ലാവരെക്കാളും മിടുക്കനായി വളർന്നു വന്നിരിക്കും. ഓക്കെ.